മൂന്നാം തുടർഭരണത്തിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ശുദ്ധമായ അസംബന്ധം എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും ഞാൻ വിലയിരുത്താൻ ആഗ്രഹിക്കുന്നത്. വിജയം തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു സംശയമില്ലല്ലോ, ഒരു സംശയമില്ല. ഇന്നലെ പറഞ്ഞ പല എക്സിറ്റ് പോളുകളിലെ കാരണങ്ങളൊക്കെ തന്നെ അത് 4-ാം തീയതി അത് തെറ്റാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ LDF വരുമെന്ന് പറയാൻ രണ്ട് കാരണങ്ങളാണ് എന്റെ മുന്നിലുള്ളത്. ഒരുപക്ഷെ എക്സിറ്റ് പോൾ തെറ്റാവാനുള്ള സാധ്യതയുണ്ട്, LDF തുടരാനുള്ള സാധ്യതയുണ്ട്. ഞങ്ങൾ ഭരണത്തിൽ തന്നെ വരാൻ പോവാണ്. പിന്നെ എന്തിനാ പ്രതിപക്ഷത്തെ പറ്റി ചർച്ച ചെയ്യുന്നത്? ഇല്ലാതെ വസ്തുനിഷ്ഠമല്ലാതെ കാര്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് അതിന് ഉത്തരം പറയിപ്പിക്കുക. ഞങ്ങൾ ഉറപ്പായിട്ട് ജയിക്കാൻ പോവാണ്. പോരെ? ഇതൊക്കെ നമ്മൾ വിശ്വസിച്ചിട്ട് ഇവിടെ കേരളത്തിൽ UDF അധികാരത്തിൽ വരണം എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോളിംഗിന് ശേഷം ഞങ്ങളുടെ ബൂത്ത് കമ്മിറ്റികൾ കൊടുക്കുന്ന കണക്കുകൾ പരിശോധിച്ച് അവ കണക്ക് കൂട്ടിയിട്ടാണ് ഓരോ മണ്ഡലത്തിന്റെയും വിജയസാധ്യത ഞങ്ങൾ മുകളിലേക്ക് കൊടുക്കുകയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയും ചെയ്തത്. സംസ്ഥാന സെക്രട്ടറി അത് കൃത്യമായി വിലയിരുത്തിയിട്ട് തന്നെയാണ് വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടും എന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനൊരു മാറ്റം വന്നിട്ടില്ല. ഞാൻ ഇപ്പോഴും 76 സീറ്റുകൾ മിനിമം LDFന് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 3-ാം ടേമിലേക്കുള്ള അധികാര പ്രവേശനത്തിന്റെ പ്രഖ്യാപനമായിരിക്കും നാളെ രാവിലെ വോട്ടെണ്ണുന്നത് മുതൽ നടക്കാൻ പോകുന്നു. എക്സിറ്റ് പോള് പ്രവചിച്ചപ്പോഴാണ് ഉറപ്പായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തീർച്ചയായും അധികാരത്തിൽ വരാൻ കഴിയും. പണമില്ലേലും ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവരാ. നിങ്ങൾക്ക് എന്നാ ഞങ്ങളെ പറ്റി അറിയാം?